ലൈഫിൽ 2 ടൈപ്പ് ഓഫ് മെയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് വളരെ കാലം മെയിൽ ഫ്രണ്ട്ഷിപ്പ് മീൻസ് കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. അത് വളരെ കാലം മുൻപുള്ള കുറച്ച് ഫ്രണ്ട്സായിരുന്നു. അവരോട് എനിക്കൊരു കോൺടാക്റ്റും ഇല്ല. പിന്നെ കുറച്ചാൾ തന്നെ കോളേജ് ലൈഫിലെ ഫ്രണ്ട്സാണ്. ഇവരെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ കൂടെ പഠിച്ചപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ 4 വർഷം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ദാറ്റ് ഓൾ മെൻസ് ആർ നോട്ട് സെയിം. എല്ലാ ആണുങ്ങളും ഒരുപോലെ അല്ല. നന്നായി വളരുന്ന, നന്നായി വളർത്തിയ നല്ല ആൾക്കാർ, നല്ല ആൺകുട്ടികളും ഈ ഒരു ജനറേഷനിലുണ്ട്. ബിക്കോസ് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഏത് സ്ഥലത്താണെങ്കിൽ പോലും എനിക്കൊരു ടൈപ്പ് ഓഫ് ഒരു കംഫർട്ട് ഉണ്ട്, ഒരു സേഫ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അത് ചിലപ്പോൾ എനിക്ക് മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോയ്സിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. സോ അത് മാത്രമല്ല, ടോട്ടലി ദേ ഹാവ് എ സ്റ്റാൻഡേർഡ്. നമ്മൾ ഇങ്ങനെ വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. പെൺകുട്ടികളിൽ തന്നെ ഗോവിന്ദചാമി ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റേപ്പിസ്റ്റ് ഉണ്ട്. പെൺകുട്ടികളെ കമൻ്റ് അടിച്ച് വലിയ ആൾക്കാരാകുന്നവരുണ്ട്. ബട്ട് നോട്ട് ഓൾ മെൻസ് ആർ സെയിം ഗൈസ്. വളരെ പ്യുവറായിട്ട് വളരെ നല്ല അച്ഛനും അമ്മമാരും നല്ല രീതിയിൽ വളർത്തിയ കുട്ടികളും ഉണ്ട്. സോ എല്ലാം നമ്മൾ ജനറലൈസ് ചെയ്ത് പറയരുത്. നല്ല ആൺകുട്ടികളും നല്ല പെൺകുട്ടികളും ഈ ലോകത്തുണ്ട്. അവരുടെ എണ്ണം ചിലപ്പോൾ കുറവായിരിക്കും. ഈ ഒരു കാലത്ത് അങ്ങനെയുള്ളവരുടെ എണ്ണം കുറവായിരിക്കും. പക്ഷേ പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന, സ്ത്രീകളെ ബഹുമാനിക്കുന്ന പുരുഷന്മാരും പുരുഷന്മാരെ ബഹുമാനിക്കുന്ന സ്ത്രീകൾ ഈ ഒരു കാലത്തുണ്ട്. സോ ഡോണ്ട് ജനറലൈസ് എവരിവൺ. എല്ലാവരെയും ഒരുപോലെ കാണരുത്.